5th സ്റ്റാൻഡേർഡ് മാത്സ് പാർട്ട് നമ്പർ യൂണിറ്റ് 5ൻ്റെ രണ്ടാം പാർട്ട് വീഡിയോ ആണിത്. പേജ് നമ്പർ 61 അതർ പാർട്സ്. അത് നമ്മൾ സർക്കിളിനെ നേരത്തെ 2-3 ഭാഗങ്ങളതിനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാഫ് പോർഷൻ തന്നെ നമുക്ക് 2/4 എന്ന് പറയാം. അതുപോലെ 1/3 പാർട്ടാക്കിയിട്ടുള്ളതിനെ 2/3 ആക്കുന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇവിടെ സർക്കിളിനെ 4 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്, 4 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. വി ഹാവ് സീൻ ഹൗ ടു ഡിവൈഡ് എ സർക്കിൾ ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. 4 ആയിട്ട് അവിടെ ഭാഗിച്ചിട്ടുള്ള ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഈ 4 പീസിൽ 3 പാർട്ട് കളർ ചെയ്താൽ അതിനെ പറയും 3/4 എന്നാണ് പറയുക. 1, 2, 3 പാർട്ട്, അതായത് ടോട്ടൽ 4 പാർട്ട്, അതിൽ 3 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് 3/4. അപ്പോൾ ഇവിടെ നമുക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പീസിനെ 1/4 എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു പോർഷനെ 3/4 എന്നും, അതായത് 1, 2, 3 അത് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഡിവൈഡ് ചെയ്ത് ഈ 3 പാർട്ടിന് ഒരുമിച്ച് 3/4 എന്നും, ഈ പീസിനെ 1/4 എന്ന് പറയുന്നത്, അതായത് മുക്കാലും കാലും. അപ്പോൾ 3/4 + 1/4 = 1 കിട്ടുകയും ചെയ്യും. ഇവിടെ നോക്കിയാൽ 1/4 + 1/4 + 1/4 + 1/4 1 ആണ്. പിന്നെ 1/4 1/4 ഹാഫാണ്. 1/4 + 1/4 + 1/4 ആണെങ്കിൽ അത് 3/4. ഈ 1/4 1/4 3 പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരിക 3/4 ആയിരിക്കും. അതുപോലെ 2 എണ്ണം ജോയിൻ ചെയ്താൽ അത് 1/2 ആയിരിക്കും. ഇത് 3 എണ്ണം ജോയിൻ ചെയ്താൽ 3/4. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് 1/4. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 6 പാർട്ടാക്കിയുണ്ട്. ഈ 2 പാർട്ട് ചെയ്താൽ നമ്മൾ ഒരു 2/6 എന്നാണ് പറയുക. ഈ 2/6ഉം നമ്മൾ സർക്കിളിന് 3 പാർട്ട്, അതായത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ 2 എണ്ണം കൂടി ചേർന്നാൽ 1/3 ആണ്. ഈ 2 എണ്ണം കൂടി ചേർന്ന് 1/3 ആണ്. ഈ 2 എണ്ണം കൂടെ ചേർന്ന് 1/3 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? 2/6 ഈസ് സെയിം ആസ് 1/3 എന്ന് പറയാം. അപ്പോൾ 2/6 1/3 സെയിം ആണ്. അതുപോലെ തന്നെ നമ്മുടെ 1, 2, 3, 4 4/6 4/6ഉം 2/3ഉം സെയിം ആണ്. 1, 2, 3 പാർട്ട് 4/6ഉം 2/3ഉം സെയിം ആണ്. ഇപ്പോൾ 4/3ൻ്റെ 4ൻ്റെ പകുതിയാണ് 2, 6ൻ്റെ പകുതിയാണ് 3. ആ രീതിയിൽ നമുക്ക് ഒരേ ഫ്രാക്ഷൻസ് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇവിടെ 1 മീറ്ററുള്ള റിബണ് കട്ട് ചെയ്തിട്ടുള്ള രീതിയാണ്. 1, 2, 3, 4, 5, 6 ടോട്ടൽ 6 പാർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പീസിനെ 1/6 1/6 1/6 1/6 1/6 1/6 എന്ന് പറയും. അതിൽ 2 എണ്ണം ഒരുമിച്ച് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? അത് 2/6 ആണ്. അപ്പോൾ ഇതും നമുക്ക് ജോയിൻ ചെയ്താൽ 2/6 എന്ന് പറയാം. അപ്പോൾ ഇതും ജോയിൻ ചെയ്തു, ഇതും ജോയിൻ ചെയ്തു, ഇതും ജോയിൻ ചെയ്തു. അപ്പോൾ അതിവിടെ കിട്ടുക 1/3 1/3 1/3 ആണ്. 1, 2, 3 പാർട്ടിൻ്റെ ഒരു പീസാണ്. അതായത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ആ മുകളിൽ 1/6ൻ്റെ 2 എണ്ണം എടുത്തപ്പോൾ 1/3ക്ക് സെയിം ആയിട്ട് കിട്ടി. ഇവിടെ ഒരു കാര്യം, നമ്മുടെ ഈ 2/6 ഇവിടെ നോക്കിയാൽ ഇത് രണ്ടും കൂടെ നമ്മൾ കളർ ചെയ്ത്, അതായത് ഈ 1/6 1/6 എന്നുള്ള പീസ് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് 2/6 എന്ന് പറയും. അത് 1/3 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെന്നർത്ഥം. അതായത് ഈ 2 ബോക്സും ഇവിടെ നിന്ന് ഇത്ര വരെയും സെയിം ആണ്. അപ്പോൾ 2ൻ്റെ പകുതിയാണ് 1 എന്ന് പറയുന്നത്, 6ൻ്റെ പകുതിയാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ 2/6 ഈസ് സെയിം ആസ് 1/3. അതേപോലെ തന്നെ നമുക്ക് 4/6, ഇവിടെ ഇപ്പോൾ 1, 2, 3, 4 ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അത് 4/6 ആണ്. 4/6 എന്ന് പറയുന്നത് 1/3 + 1/3 ആണ് 2/3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്ര വരെയുള്ളത് സെയിം ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻസ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ടോട്ടലായിട്ട് 8 പാർട്ട് ഉണ്ട്. അപ്പോൾ 8 പാർട്ടിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 2/8 ആണ്. 2/8 ആണ്. 2 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ 2 എണ്ണം കൂടി ചേർന്നാൽ ഒരു പീസ്, ഈ 2 എണ്ണം കൂടി ചേർന്ന ഒരു പീസ്, ഈ 2 എണ്ണം കൂടെ ചേർന്ന ഒരു പീസ്, ഈ 2 എണ്ണം കൂടെ ചേർന്ന ഒരു പീസ് എന്ന് പറയുമ്പോൾ അത് 4 പീസ്. അതായത് നമ്മളിപ്പം ഈ പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം, സർക്കിൾ വരഞ്ഞിട്ട് അതിനെ 4 പീസാക്കിയ മോഡലാണുള്ളത്. അതായത് 1/8 സെയിം ആസ് എന്താണ്? 1/4 ആണ്. അതായത് 2ൻ്റെ പകുതിയാണ് 1, 8ൻ്റെ പകുതിയാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പീസ് 1/4 ആണ്. ഇത് 1/4 ആണ്. ഇത് രണ്ടും 1/4 ആണ്. ഇത് രണ്ടും 1/4 ആണ്. ഇത് രണ്ടും 1/4 ആണ്. അടുത്തത് 1, 2, 3, 4 അത് 4/8 ആണ്. 4/8 എന്നുള്ളത് നമുക്കറിയാം സർക്കിളിൻ്റെ ഹാഫ് പോർഷനാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1/2 എന്ന് പറയാം.
4/8 എന്ന് പറഞ്ഞാൽ നമുക്കിനി 2/4 എന്നും പറയാം അല്ലേ. ഈ രണ്ടെണ്ണം കൂടെ ചേർന്നാൽ ഒന്നാണ്, ഈ രണ്ടെണ്ണം കൂടെ ചേർന്നാൽ ഒന്നാണ്. അപ്പോൾ 1 2 3 4. അപ്പോൾ അങ്ങനെ നമുക്കിത് 2/4 എന്നും പറയായിരുന്നു, ഹാഫ് എന്നും പറയാം. ഏറ്റവും ചെറുത് ഹാഫാണ്. ഇവിടെ എത്തുമ്പോൾ ഇത് 3/4 ആണ്, മുക്കാൽ ഭാഗമാണ്. നമ്മൾ നേരത്തെ കണ്ട പിക്ചർ പ്രകാരമാണെങ്കിൽ 1 2 3 4 5 6, ഇത് 6/8 ആണ്. 6/8 എന്ന് പറയുന്നത് ഇതും കൂടെ ഇത് രണ്ടും ഒന്നാണ്, ഇത് രണ്ടും ഒന്ന്, ഇത് രണ്ടും ഒന്ന്, ഇത് 1 2. അപ്പോൾ 4 പീസാണ് ആക്കിയെന്ന് വിചാരിക്കുക. അപ്പം 4 പീസിലെ 3 പാർട്ട് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3/4 ആണ്. അല്ലെങ്കിൽ 6ൻ്റെ ഹാഫ് 3 എന്നും 8ൻ്റെ ഹാഫ് 4 എന്നും എടുക്കാം. Describe the colored part of each in 2 different ways and write both of them as fractions in the box below and below each picture. The pictures below show circles divided into 12 equal parts with the sum of the parts colored. കളേർഡ് ചെയ്തിരിക്കുന്ന നമുക്ക് എന്താ പറയുക, ഇത് 1 2 3 4 ആണ്. അപ്പോൾ 4/12. ഇവിടെ നമുക്ക് 2 പാർട്ട്, അപ്പോൾ 2/12. 1 2 3 4 പീസ്, അപ്പോൾ 4/12. ഇവിടെ എത്തുമ്പോൾ 1 2 3 4 5 6 6/12. ഇവിടെ എത്തുമ്പോഴത് 9/12. ഇവിടെ എത്തുമ്പോൾ 1 2 3 4 5 6 7 8, ഇത് 8/12. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഫ്രാക്ഷൻസ് എഴുതാൻ വേണ്ടി പറ്റും. അടുത്തത് ഡിസ്ക്രൈബ് കളേർഡ് പാർട്ട് ഓഫ് ഈച്ച് ഓഫ് 2 ways ആൻഡ് റൈറ്റ് ബോത്ത് ഓഫ് ദം ആസ് ഫ്രാക്ഷൻസ് ഇൻ ദ ബോക്സ് ബിലോ ഈച്ച് പിക്ചർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഫ്രാക്ഷൻസ് എഴുതിയാൽ ആദ്യത്തത് വരും 3/12 എന്നാണ് വരിക. അപ്പോൾ 3/12 എന്ന് 3/12 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 3/12 1 2 3 പാർട്ട്, ഇത് നമ്മുടെ ഒരു പാർട്ടാണ്. ഇത് 4 ആക്കി കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ അത് 1/4 എന്ന് പറയാം. ഇത് പകുതിയല്ല എടുക്കുന്നത്, ഇത് /3, ഇവിടെ /3 ആണ്. 3യും 12ഉം എന്തിൻ്റെ നമ്മൾക്ക് നോക്കിയാൽ 3 4s are 12 ആണ്. അപ്പോൾ അത് 1/4 എന്ന് എഴുതാം. അടുത്തത് 2/12 ആണ്. ഇപ്പോൾ 2/12 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അത് 1/6 ആണ്. പിന്നെ ഇവിടെയുള്ളത് 4/12 ആണ്. 4/12 എന്ന് പറയുന്നത് നേരെ പകുതിയാക്കിയാൽ നമുക്ക് 2/6 വരും. 2/6ന് വീണ്ടും ആക്കിയാൽ 1/3 എന്ന് വരും. അതായത് 1 2 3 4 ഈ 4 ചേർന്നാൽ 1/3. 1 2 3 4 ഈ 4 ചേർന്നാൽ 1/3. 1 2 3 4 1/3. ഇനി അടുത്തത് ഇവിടെയുള്ളത് നമുക്ക് 6/12 ആണ്. 6/12 എന്നുള്ളത് നോക്കാനൊന്നുമില്ല, 1/2 ആണ്. അല്ലെങ്കിൽ നമുക്ക് 3/6 എന്ന് എഴുതാം. 3/6 എന്നും എഴുതാൻ പറ്റും. പിന്നെ അടുത്തത് ഷോർട്ട് ഫോം ആയിട്ട് പകുതിയാക്കിയിട്ട് ഈവൺ നമ്പർ ആകുമ്പോൾ പകുതിയാക്കി എഴുതാം. മെത്തേഡ് ഇവിടെ എത്തുമ്പോൾ 9/12 ആണ്. 9/12 നോക്കാനൊന്നുമില്ല, 3/4 ആണ്. പിന്നെ ഇവിടെ എത്തുമ്പോൾ അത് 8/12 ആണ്. 8/12 നമുക്ക് 4/6 എന്ന് എഴുതാം. 4/6 കഴിഞ്ഞിട്ട് നമുക്ക് 2/3 എഴുതാം. അതായത് ഒരു സർക്കിളിനെ 3 ഭാഗമാക്കിയതിൻ്റെ 2 പാർട്ട് ജോയിൻ ചെയ്ത പോലെയാണ് ആ ഫിഗർ ഉള്ളത്. ഇത് ഡ്രോ എ സ്ക്വയർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ആസ് ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് ഇതിൻ്റെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കളർ ചെയ്യാനാണ് പറയുന്നത്. കളർ 1/8 ഓഫ് ദ സ്ക്വയർ റെഡ്. അതായത് 1/8 8ൽ 1 റെഡ്. ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, റെഡ് കളർ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെയാണ് റെഡ് കളർ കൊടുക്കുന്നതെന്ന് വിചാരിക്കും. എവിടെയെങ്കിലും ചെയ്യാം കേട്ടോ, ഏത് ബോക്സ് ഒരു ബോക്സ് മാത്രം റെഡ് കൊടുക്കാം. അടുത്തത് 1/4 ഗ്രീൻ. 1/4 എന്ന് പറഞ്ഞാൽ 1 2 3 4 4 എടുക്കുമ്പോൾ ഒരെണ്ണം ഗ്രീന് കൊടുക്കുക. അത് ഇവിടെ ഇപ്പം ഗ്രീൻ കൊടുക്കുക. 1 2 3 4 4 ഒരെണ്ണം ഗ്രീൻ കൊടുക്കുക. അതായത് 4 ഒന്നാണെങ്കിൽ 8 2 ഗ്രീൻ കളർ. ഇഷ്ടമുള്ള കൊടുക്കുക കേട്ടോ, 2 കൊടുക്കണമെന്നേ ഉള്ളൂ. അടുത്തത് 1/2 വിത്ത് ബ്ലൂ. 1/2 എന്ന് പറയുമ്പോൾ ഹാഫ് ബ്ലൂ എന്നാണ്. മൊത്തം 8 ഉണ്ട്. അപ്പം 4 ബ്ലൂ ആണ്. ഇഷ്ടമുള്ള 4 ബ്ലൂ കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം ബാക്കിയുണ്ടാവും. ഇവിടെ ഇതേ ക്വസ്റ്റ്യൻ, ഈസ് ദെയർ എനി പാർട്ട് ഓഫ് ദ കളർ ലെഫ്റ്റ് അൺകളേർഡ്. അതായത് 1 ഉണ്ട് അല്ലേ, ഒരു ഒറ്റെണ്ണം മാത്രമുണ്ട്. വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സ്ക്വയർ ഈസ് ഇറ്റ്. അതായത് 1/8 ആണ്. അത് 8 പാർട്ടുണ്ട് സർക്കിൾ. അത് ഫ്രാക്ഷനിൽ എഴുതിയാൽ 1/8 എന്ന് വരും. അടുത്തത് ഹോൾ ആൻഡ് പാർട്ടാണ്. അതായത് നമ്മളിപ്പോൾ 1.5 കഷ്ണം ദോശ എന്നൊക്കെ പറയില്ലേ, ഒന്ന് മുഴുവനുമായിട്ടുള്ള ഒന്ന് 1/4. അപ്പോൾ 1/4 എന്ന് പറയും. ഇവിടെ കണ്ടില്ലേ, 1 ലിറ്റർ ആൻഡ് ഹാഫ് ലിറ്റർ ടുഗദർ മേക്ക് 1 ആൻഡ് ഹാഫ് ലിറ്റർ. അപ്പോൾ 1.5 ലിറ്റർ എന്ന് പറയും. 1.5 ലിറ്റർ അങ്ങനെയുള്ള ഇതിൽ വരും. ഇവിടെ ഇപ്പം നമുക്ക് 1ഉം 1/3 ആണ്. അപ്പോൾ 1/3 എന്നാണ് ഇത് പറയാം. ഇത് 1/4. ഇവിടെ ഇപ്പം നമുക്ക് 1 മീറ്റർ ഉണ്ട്, പിന്നെ ഒരു ഹാഫ് മീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ അത് 1.5 മീറ്റർ എന്ന് പറയും. ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ഇപ്പോൾ 1 ഉണ്ട്, 1/4.
അപ്പോൾ 1/4 ഇവിടെയുള്ളത് ആദ്യം 1 ഫുൾ എഴുതാം, പിന്നെ അതിൻ്റെ കൂടെ ഫ്രാക്ഷൻ 1/4 എന്ന് എഴുതാം. പിന്നെ ഇവിടെ 1, പിന്നെ ഇത് 1/3 ആണ്, അപ്പോൾ 1/3 എന്ന് എഴുതാം. പിന്നെ അടുത്തത് 1 2 ഫുള്ളാണ്, 2 ഫുള്ളും പിന്നെ ഇത് 1/4 ആണ് കളർ ചെയ്തിട്ടുള്ളത്. ഇത് 1 2 3 ഫുള്ളും പിന്നെ ഇത് മൊത്തം 6 ഉണ്ട്, അതിൽ ഒരെണ്ണം കളർ ചെയ്തിട്ടുള്ളത് 1/6. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റേഴ്സിലുള്ളത്, ഈ ചാപ്റ്റർ നമ്പർ 5-ലുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ പാർട്ട് നമ്പർ വളരെ ഈസി ആയിട്ടുള്ളൊരു ഒരു ചാപ്റ്ററാണ്. ഇതേപോലെയുള്ള ഒന്ന് ഫുള്ളായിട്ടുള്ളതും പിന്നെ അത് എന്താ പറയുക നമ്മുടെ ഒരു പീസ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ദോശയും ഇതിൻ്റെ കാക്കഷ്ണവും കഴിച്ചു, ഒരു ദോശയും ഇതിൻ്റെ 3 ഭാഗത്തിൽ 1 കഴിച്ചു, 2 ദോശയും ഒരു 1/4, 4-1 ഭാഗം കഴിച്ചു, പിന്നെ ഒരു 3 ഫുള്ളും പിന്നെ 6 കഷ്ണത്തിൽ 1 കഷ്ണവും കഴിച്ചു. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും. ഓക്കെ, ബൈ.